ongoing thing. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മോണോ ക്രിസ്റ്റലൈൻ ഉപയോഗിച്ചുണ്ടാക്കിയ 50 വാട്ട്സിൻ്റെ സോളാർ പാനലാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് സോളാർ പാനൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ 50 വാട്ട്സിൻ്റെ സോളാർ പാനൽ. സോളാർ പാനലിൻ്റെ പുറകിലാണ് ഇതിൻ്റെ വാറണ്ടി കാർഡും കൂടാതെ തന്നെ ഈ സോളാർ പാനൽ ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റും കൊടുത്തിരിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ബ്ലൂ കളറിലുള്ള സോളാർ പാനൽസ് ആണ്. അത് പോളി ക്രിസ്റ്റൽ ലൈൻ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ്. ബ്ലാക്ക് കളർ സോളാർ പാനൽ മോണോ ക്രിസ്റ്റൽ ലൈൻ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മോണോ ക്രിസ്റ്റൽ ലൈൻ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന സോളാർ പാനൽ ലോ ലൈറ്റ് കണ്ടീഷനിലും ക്ലൗഡി വെതർ കണ്ടീഷനിലും പോളി ക്രിസ്റ്റൽ ലൈൻ ഉപയോഗിച്ച് നിർമ്മിച്ച സോളാർ പാനലിനേക്കാളും 22% കൂടുതൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ലൂം സോളാർ പാനൽ ഉണ്ടാക്കിയിരിക്കുന്നത് അൺബ്രേക്കബിൾ ടെമ്പേർഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ്. സോളാർ പാനൽ കൊറിയർ സർവീസിലൂടെ വരുന്ന സമയത്ത് ഗ്ലാസ് പൊട്ടിപ്പോകുമെന്ന് പേടിക്കേണ്ട. ജർമ്മൻ സെൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ സോളാർ പാനൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പാനൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബാറ്ററി ചാർജ് ചെയ്യാനും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനൊക്കെയാണ്. ഇത് നമുക്ക് DC ലൈറ്റും ഫാനും എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ 10 വർഷം പ്രൊഡക്റ്റ് വാറണ്ടിയും 25 വർഷം പെർഫോമൻസ് വാറണ്ടിയുമാണ് കമ്പനി നൽകുന്നത്. ഇപ്പോൾ ഈ സോളാർ പാനലിൻ്റെ മാക്സിമം പവർ ഔട്ട്പുട്ട് 50 വാട്ട്സ് ആണ്. മാക്സിമം പവർ വോൾട്ടേജ് 19.95 വോൾട്ട് ആണ്. ഇതാണ് സോളാർ പാനലിൻ്റെ പുറകിൽ കൊടുത്തിരിക്കുന്ന ജംഗ്ഷൻ ബോക്സ്. ക്യാപ്പിനകത്തൊരു റബ്ബർ സീൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വാട്ടർ പ്രൂഫും ഡസ്റ്റ് പ്രൂഫുമാണ്. ഇനി നമുക്ക് ഈ ജംഗ്ഷൻ ബോക്സിനകത്തേക്ക് നെഗറ്റീവ് പോസിറ്റീവ് വയർ കണക്ട് ചെയ്യാം. ലൂമിനസിൻ്റെ 12 വാൾട്ട് 10 ആംപിയർ സോളാർ ചാർജിങ് കൺട്രോളറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോളാർ ചാർജിങ് കൺട്രോളിൻ്റെ ഫീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാനായിട്ട് ആ വീഡിയോ കാണുക. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് 3 ഇൻഡിക്കേഷൻ LED കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടൊരു മൊബൈൽ ചാർജിങ് USB പോർട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് സോളാർ പാനലും ബാറ്ററിയും 3 DC ഡിവൈസും കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററിയാണ്. 12 വാൾട്ടിൻ്റെ 18 ആംപിയർ ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാക്സിമം നിങ്ങൾക്ക് 22 ആംപിയർ വരെ 50 വാട്ട് പാനലിന് ചൂസ് ചെയ്യാവുന്നതാണ്. ഏത് ബ്രാൻഡിൻ്റെ ബാറ്ററി വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബാറ്ററിയിൽ ഓൾറെഡി പോസിറ്റീവ് നെഗറ്റീവ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. സോളാർ ചാർജിങ് കൺട്രോളിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യാം. സോളാർ പാനൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമുക്ക് ബാറ്ററിയാണ് കണക്ട് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് സോളാർ പാനൽ ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഈ ചാർജിങ് കൺട്രോളർ ഉപയോഗിച്ച് നിങ്ങൾക്ക് 12 വാൾട്ടിൻ്റെയും 24 വാൾട്ടിൻ്റെയും ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് എത്ര വാൾട്ട് ഔട്ട്പുട്ടാണ് ഇത് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 20 വോൾട്ട് ഔട്ട്പുട്ട് ഇത് നൽകുന്നുണ്ട്. നമുക്ക് സോളാർ ചാർജിങ് കൺട്രോളിലേക്ക് കണക്ട് ചെയ്യാം. നമുക്ക് സോളാർ ചാർജിങ് കൺട്രോളിലേക്ക് 12 വാൾട്ടിൻ്റെ DC ബൾബ് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. AC കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റിൻ്റെ അതേ പ്രകാശമാണ് DC കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഈ ലൈറ്റ് നൽകുന്നത്. നമുക്ക് 12 വാൾട്ടിൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന DC ഫാൻ കണക്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 12 വാൾട്ടിൻ്റെ കണക്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫാൻ നമുക്ക് DC കറണ്ട് ഉപയോഗിച്ചും AC കറണ്ട് ഉപയോഗിച്ചും ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ DC കറണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ചാർജിങ് ഇൻഡിക്കേറ്റിംഗ് LED ഒക്കെ തെളിഞ്ഞിട്ടുണ്ട്. ട്വൽവ് വോൾട്ട് DC കറണ്ട് ഡയറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഫാൻ ഫുൾ സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. വോൾട്ടേജ് വേരിയേഷൻ ഒന്നുമില്ലാതെ തന്നെ ഒരേ സമയം നമുക്ക് DC ബൾബും ഫാനും എല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി ഈ 12 വോൾട്ട് DC കറണ്ട് AC യിലേക്ക് കൺവേർട്ട് ചെയ്ത് AC കറണ്ടിൽ വർക്ക് ചെയ്യുന്ന TVയും ലൈറ്റുമൊക്കെ
ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ 12 വോൾട്ട് DC കറണ്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു ഇൻവെർട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇത് 100 വാട്ട്സിൻ്റെ ഇൻവെർട്ടറാണ്. 100 വാട്ട്സ് മുതൽ 1000 വാട്ട്സ് വരെയുള്ള ഇൻവെർട്ടേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, പിന്നെ ഓവർലോഡ് ഇൻഡിക്കേറ്റിംഗ് LED ഉണ്ട്. അപ്പോൾ നമുക്കിത് LED TV, LCD TV, മൊബൈൽ ചാർജിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. 100 വാട്ട്സിന് താഴെ പ്രവർത്തിക്കുന്ന ഏത് AC ഡിവൈസും നമുക്കിതിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ടൊരു AC പ്ലഗ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ചാർജിങ് കൺട്രോളിൽ കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 12 വോൾട്ട് DC കൺവേർട്ടറിലേക്ക് AC കറണ്ടിൽ വർക്ക് ചെയ്യുന്ന 12 വോൾട്ട് ബൾബ് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ കൺവേർട്ടർ സോളാർ ചാർജിങ് മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം AC യിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞു. നമുക്ക് AC കറണ്ടിൽ വർക്ക് ചെയ്യുന്ന 22 വാട്ട്സിൻ്റെ LED ട്യൂബ് ലൈറ്റ് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നല്ല പ്രകാശമാണ് ഈ ട്യൂബ് ലൈറ്റ് നൽകുന്നത്. ഇനി നമുക്ക് നേരത്തെ DC യിൽ ചാർജ് ചെയ്ത ഫാൻ AC കറണ്ട് ഉപയോഗിച്ചൊന്ന് ചാർജ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഫാൻ ചാർജിങ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 24 ഇഞ്ചിൻ്റെ LED TV കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം 12 വോൾട്ട് DC കറണ്ട് കൺവേർട്ട് ചെയ്ത് 24 ഇഞ്ചിൻ്റെ LED TV മിനി ഇൻവെർട്ടറിൽ വർക്കാകുന്നുണ്ട്. മിനി സോളാർ ഇൻവെർട്ടർ സിസ്റ്റം ഉപയോഗിച്ച് AC ഡിവൈസസ് ചാർജ് ചെയ്യാനും DC ഡിവൈസ് ചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. സോളാർ കൺട്രോളറിൽ വരുന്ന USB പോർട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടല്ല. അപ്പോൾ പുതുതായിട്ട് വരുന്ന മൊബൈൽ ഫോൺസിൻ്റെ എല്ലാം അഡാപ്റ്റർ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഇൻവെർട്ടറിൽ നമുക്ക് അഡാപ്റ്റർ കണക്ട് ചെയ്ത് ഫോൺ ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കറണ്ട് ഇല്ലാത്ത സമയത്തും എല്ലാം നിങ്ങൾക്കത് വളരെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. Others Glen Francis signing off.